സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് എങ്ങനെ സ്പീഡില് എനർജിയില് കളിക്കാൻ പറ്റുമെന്നുള്ളൊരു ഈ പാട്ടിനടിയിൽ നല്ല ചിലര് വന്ന് വെല്ലുവിളിക്കും വെറുതെ ധൈര്യം ഉണ്ടോ ഞങ്ങളൊപ്പം കളിച്ച് ജയിക്കാന്നൊക്കെ പോയി അങ്ങനെയുള്ളടത്തൊക്കെ പോയി ഞങ്ങളെ മികവ് തെളിയിച്ചു കൊടുത്ത് പോന്നിട്ടുണ്ട്. ആ 2 മണിക്കൂർ നിന്ന എനർജി അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അടക്കം ഒതുക്കത്തൂടെ ഒക്കെ നടക്കണ്ടേ പെൺകുട്ടികളെ? പിന്നെ അങ്ങനെ പാട്ടൊന്നുമില്ല, ആകെ ഒരു ലൈഫ് ഉള്ളു, അത് അടിച്ചു പൊളിക്കണം. ചേച്ചി കൂട്ടത്തിലുള്ള കൊച്ചു പിള്ളേരെ വരെ വഴി തെറ്റിക്കും. അന്ന് ആദ്യം കളിച്ച പാട്ട് ഏതായിരുന്നു? കൊച്ചോലക്കിളിയെ. കൊച്ചോലക്കിളിയെ മരതക കാടിറങ്ങുന്നു. പക്ഷെ വൈറലായിരുന്നു. അത് ഞങ്ങളോട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടു കേട്ടാ പാടി കളിക്കുമെന്ന്. പക്ഷെ ഞങ്ങൾ പാടി കളിച്ച നല്ല കോമഡിയാവും. ഇവളിപ്പോ അടുത്ത ദിവസം ഒന്ന് ചെറുതായിട്ട് വൈറലായിരുന്നു. പാട്ട് പാടാൻ അറിയില്ല, അങ്ങനെയാണ് വൈറലായത്. പ്രോഗ്രാമിന് വന്നിട്ടുണ്ടെങ്കിൽ ആ റെക്കോർഡ് ഏത് പാട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഇവള് പാടും. പക്ഷെ പൊട്ടത്തെറ്റായിരിക്കും. വീരനാട്യം കളിക്കുന്ന 18 പെൺപുലികളാണ് എന്നോടൊപ്പം ഉള്ളത്. ഹായ്. ഇപ്പൊ ഓക്കെ ആയില്ലേ എന്റെ ഇൻട്രോ? ഇപ്പൊ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയില്ലേ? വേറെ ഞാൻ ചമ്മി തകർന്ന തരിപ്പണം ഒരു 5-8 തവണ ടേക്ക് എടുത്ത് എനിക്കേ പറ്റുന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. എങ്ങനെയാ പേര്? അർച്ചന. അർച്ചന. പേരെന്താ ചേച്ചി? വിധു. വിധു. അതിലൊക്കെ ആൾക്കാർ പൊക്കോളൂ, നമുക്ക് ഇവിടെ നോക്കാം. പേരെങ്ങനെയാ? രഞ്ജിത. രഞ്ജിത. പേരെങ്ങനെയാ? കാർത്തിക. കാർത്തിക. അമൃത. അമൃത. നയന. നയന. സിന്ധു മാധവരാജ്. ആർച്ച. പ്രജിത. അക്ഷയ ബിജീഷ്. ശിവാനി. ശിവാനി. നയന. അഭിന. അഭിന. മേഘ. മേഘ. ആ മൈക്കിങ് തരാവോ? ഇവര് 2018 അല്ലെ? 2018 മുതല് തിരുവാതിര കളിക്കുന്ന ഗ്രൂപ്പായിരുന്നു. തിരുവാതിര കളിയിൽ നിന്ന് ഇവരായിട്ടാണ് ആദ്യ കാലഘട്ടത്തില്, അതായത് സെറ്റ് സാരിയും മുല്ലപ്പും ഒക്കെ വെച്ചിട്ട് വളരെ നല്ല രീതിയിൽ സ്ത്രീകൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നാടൻ പാട്ടുകള് ഭയങ്കര ഫാസ്റ്റ് റൺ രീതിയിൽ കളിച്ചത് ഇവരായിരുന്നു തുടങ്ങിയത്. ആ തുടക്കത്തെ കുറിച്ച് ഇവരുടെ ടീം ലീഡർ സിന്ധു ചേച്ചി അല്ലെ, ഒന്ന് പറയാവോ? ഞങ്ങൾ ആദ്യം ഇതൊരു തിരുവാതിര ഗ്രൂപ്പായിട്ടാണ് തുടങ്ങിയത്. പിന്നെ കൊറോണ ടൈമൊക്കെ വന്നപ്പോൾ പിന്നെ ഉത്സവങ്ങളൊക്കെ മാറ്റി വെച്ചല്ലോ. അപ്പൊ പിന്നെ ആ ടൈമില് വീട്ടിൽ വെറുതെ ഇരിപ്പൊക്കെയാണ്. പിന്നീട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു പ്ലാൻ ആക്കി ഇങ്ങനെ നാടൻ പാട്ടുകളും ഭക്തിഗാനങ്ങളും കൂടെ കോർത്തിണക്കിയിട്ട് സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് എങ്ങനെ സ്പീഡില് എനർജിയില് കളിക്കാൻ പറ്റുമെന്നുള്ളൊരു പ്ലാൻ ഇട്ട് അത് ഞങ്ങൾ ഒരു ഓണത്തിന് ഇത് അവതരിപ്പിച്ചു. അന്ന് ആദ്യം കളിച്ച പാട്ട് ഏതായിരുന്നു? കൊച്ചോലക്കിളിയെ. കൊച്ചോലക്കിളിയെ മരതക കാടിറങ്ങുന്നു. പക്ഷെ വൈറലായത് അച്യുതൻ കൊച്ചും. ഞാനില്ലാട്ടോ, ഞാനിവിടെ ഇന്റർവ്യൂ എടുക്കുന്നില്ല. എന്നെ കളിയാക്കാവോ? ഇങ്ങനെ ഇത്രയും ഫേമസ് ആയ എന്നെ കളിയാക്കാവോ? ഞാനാരാന്നല്ലേ? കൊച്ചോലക്കിളി അതല്ലേ വരി? ഞാനാ ചിരിക്കാറ്. പക്ഷെ ഇന്ന് അവള് അന്ന് ഇനി നീ പരി വാടി തീർത്തിട്ട് പോയവന് പണി കൊടുക്കണ്ടേ? വേണല്ലോ. പാട് 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 പാട്. വരി തെറ്റിച്ചാ പാടിത്തരണം എന്നുള്ള. പാടിക്കും. പാട്. അപ്പൊ എന്നെ കളിയാക്കുന്നത് എന്തിനാ? അറിയാൻ മേലാത്തവരെ നിക്കണം. ഇപ്പൊ ഞാനല്ല ഇയാളാണ്. ആരാദ്യം ഇവിടെ സൗണ്ടാണ് ചേച്ചി അവരോട് നിക്കട്ടെ. എന്നെ കളിയാക്കാനുള്ള മറുപടി ഞാൻ പിന്നെ കൊടുക്കാം. ചേച്ചി എന്നിട്ട് ബാലൻസ് പറ ചേച്ചി. അതുപോലെ ഞങ്ങൾ ഈ ഭക്തിഗാനങ്ങളൊക്കെ ഇങ്ങനെ വൈറലായത് നമ്മൾ അച്യുതൻ ഒന്നാനാം അമ്പെടുത്ത് ഒരു സെറ്റ് ഉണ്ട്. അത് ഞാൻ പാടുന്നില്ല. അത് പിന്നെ തുഞ്ചമ്പറമ്പിൽ നിന്നും ആ പാട്ടുണ്ടല്ലോ, തുഞ്ചമ്പറമ്പിൽ നിന്നും ആ പാട്ട്. ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി കൂട്ടരേ. അതെ, പ്രസീത ചേച്ചി പാടുമ്പോ തുഞ്ചമ്പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി കേൾക്കണോ പ്രിയ കൂട്ടരേ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ.
ഇനി ഇതിനകത്ത് തെറ്റൊന്നുമില്ല കേട്ടോ. ഞാൻ കണ്ടിട്ട് പറയുന്നതാ. തെറ്റ് കണ്ടുപിടിക്കാനുള്ള ജഡ്ജസ് എവിടെ ഇരിക്കുന്നത്. ഇത് നിങ്ങൾ ഞാൻ പറയാൻ കാരണം ഇവളെ വൈറലായത് ആ പാട്ടിൽ ഇവളെ വൈറലായത്. ഓക്കെ. പിന്നെ ഒരു കുട്ടിയുണ്ട് ദേവിക, അവളെ ഫസ്റ്റ് വൈറലായത്. ഓക്കെ. ഒരു 9 മില്യന്റെ അടുത്തൊക്കെ വ്യൂസ് ഉണ്ടായിരുന്നല്ലേ. ഇവരുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഒന്നാണ്, ഞാൻ ഇതൊരു സംഭവം എന്നാന്ന് വെച്ചാ അന്നൊക്കെ സെറ്റ് സാരി എടുത്ത് നമുക്ക് തിരുവാതിരക്ക് ജസ്റ്റ് ദിസ് കൈൻഡ് ഓഫ് ഇടാൻ പറ്റുകയുള്ളൂ. പക്ഷെ ഇവർ ആ സമയത്ത് ദിസ് കൈൻഡ് ഓഫ് അല്ലേ അല്ലേ അങ്ങനല്ലേ? അന്ന് ഞങ്ങൾക്ക് തിരുവാതിര കളി ഉണ്ടായിരുന്നു. തിരുവാതിര മഹോത്സവത്തിനാണ് ഞങ്ങള് ഫസ്റ്റ് ഈ ഓണത്തിന്റെ കഴിഞ്ഞിട്ട് പിന്നീട് പറഞ്ഞ തിരുവാതിര മഹോത്സവത്തിനായിരുന്നു. അപ്പോ ഞങ്ങള് തിരുവാതിര കളി ഉണ്ടല്ലോ, അപ്പൊ ദശപുഷ്പൊക്കെ ചൂടി വാർമുടിയൊക്കെ ഇട്ട് ആണ് ഞങ്ങൾ അവിടെ നിലവിളക്കൊക്കെ നടക്കണ്ടായിരുന്നു. അങ്ങനെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് അവതരിപ്പിച്ചത്. അപ്പൊ തിരുവാതിര കഴിഞ്ഞിട്ട് പിന്നത്തതാണ് ഈ കൈകൊട്ടി കളി വന്നത്. അപ്പോ ഈ പാട്ടിന്റെ അടിയിൽ നല്ല കുറച്ച് തൃശ്ശൂരുള്ള സാധാ അതന്നെ പെരിഞ്ഞനത്തുള്ള സാധാ വീട്ടമ്മമാര് പിന്നെ നോക്കുമ്പോ ആകാശത്തൂടെ പറക്കണത് തിരുവാതിര കളിയെ കൊന്നു. അതെ കൊന്നതാര്? തൃശ്ശൂര് ആലിംഗലമ്മ ട്രൂപ്പ്. ആ പേരും ഫസ്റ്റ് ആലിംഗലമ്മ. അങ്ങനെ ആലിംഗലമ്മ ടീം തിരുവാതിരയെ കൊന്നു. അങ്ങനെ തന്നെ അടിപൊളി. എന്നിട്ട് അങ്ങനെയൊക്കെ കുറെ കമന്റ് ഒക്കെ വന്നപ്പോ ഞങ്ങള് സന്ദീപേട്ടൻ്റെ അടുത്ത വീഡിയോ വൈറലായത്. ഒന്ന് കടിമ്പ്രം ബീച്ച് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. കടിമ്പ്രം ദീപാവലി അല്ലേ, ദീപാവലി ആഘോഷത്തിന് ഞങ്ങൾ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നും ഇതേപോലെ തന്നെ അവിടെ എന്ന് വെച്ചാല് സാധാരണ മണ്ണല്ല, നല്ല പൂഴി മണ്ണായിരുന്നു. പക്ഷെ ഒരു 10-20 മിനിറ്റ് ഞങ്ങള് ഒരു പാട്ട് അങ്ങനെയാണ് ഉണ്ടാവുക. ഇതില് ഒരു പാട്ടുണ്ടാവും, മിക്സിംഗ് ആയിട്ടാണ് പോവുക. അപ്പൊ ഞങ്ങൾ അവിടെ ഈ പൂഴിമണ്ണില് നല്ല എനർജിയില് എല്ലാരും ഒരേപോലെ കടൽ മണ്ണ് ബീച്ചല്ലേ, കാല് പൊക്കിയെടുത്താടാനൊക്കെ നല്ല ബുദ്ധിമുട്ടാ. പക്ഷെ ഞങ്ങളവിടെ അത് അടക്കം ഒതുക്കത്തോടെ നടക്കണ്ടേ പെൺകുട്ടികളെ? പിന്നെ അങ്ങനെ പാട്ടൊന്നുമില്ല. നിങ്ങളോട് ആകെ ഒരു ലൈഫുള്ളൂ, അത് അടിച്ചു പൊളിക്കണം. അയ്യോ വലിയ സമാധാനം. ആകെ ഒരു ലൈഫുള്ളൂ, അത് അടിച്ചു പൊളിക്കണം ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ചേച്ചി കൂട്ടത്തിലുള്ള കൊച്ചു പിള്ളേരെ വരെ വഴി തെറ്റിക്കും. നിങ്ങള് ലീഡറിനെ കണ്ട് പഠിക്കണ്ട കേട്ടോ. 2 ക്യാപ്റ്റന്മാരുണ്ട് കേട്ടോ ഞങ്ങൾ. ഒരാളും കൂടി ഉണ്ട്, ജിൻസി കണ്ണൻ. അവള് കോർട്ടിലാണ് ജോലി. അപ്പൊ ലീവ് കിട്ടിയിട്ടുണ്ടാവില്ല. അല്ല നിങ്ങൾ ഇവരെയൊന്നും കണ്ടു പഠിക്കണ്ട, നിങ്ങൾക്ക് അടുത്ത വീട്ടിൽ പോകാനുള്ളതാ എന്നൊക്കെ പറഞ്ഞോ ശകുന്തള കമന്റുകള്. അങ്ങനെ ഈ തടിയൊക്കെ വെച്ചിട്ട് എന്നെ ഒരുപാട് പേര് കളിയാക്കിയായിരുന്നു കേട്ടോ. ഈ തടിച്ച് എന്തായി ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ഞാൻ കുറക്കൂല, ഇങ്ങനെ നാടുന്നതാണ്. എനിക്ക് കൂടെ എന്നോട് എല്ലാരും. അപ്പൊ ഇതില് പേരൊക്കെ ഇങ്ങനെ ചോദിച്ചു വന്നപ്പോഴാണ് പിന്നെ ഇതിന് വീരനാട്യം എന്ന് പേര് കൊടുത്തത്. കാരണം എന്ന് വെച്ചാല് ഇത്രയും ലേഡീസ്, ഒരു 10-16-18ഓളം ലേഡീസ് നിന്നിട്ട് ഞങ്ങൾ ഈ എനർജി, അതായത് ഞങ്ങൾ സാധാരണ ഇപ്പൊ അവതരിപ്പിക്കുന്ന പ്രോഗ്രാം 2 മണിക്കൂറാണ്. ഈ 2 മണിക്കൂറിൽ ഫസ്റ്റ് തുടങ്ങി അവസാനം വരെ ആ എനർജി നിലനിർത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഒക്കെ സ്പീഡ് പാട്ടുകളായിക്കോളും ഞങ്ങൾ ചൂസ് ചെയ്യണം, മിക്കതും നല്ല സ്പീഡുള്ള പാട്ടുകളായിരിക്കുള്ളൂ. അപ്പൊ അതില് അടിച്ചു പൊളിയും എല്ലാം ഉണ്ടാവും. അതായത് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന സ്ഥലത്ത് ആൾക്കാർക്ക് ബോറടിക്കാൻ പാടില്ല. ആ ഒരു രീതിയാണ് കൊടുക്കുന്നത്. ആരാ നിങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്? ഒരാളും കൂടി ഉണ്ടായിരുന്നു. എന്റെ നമ്പർ എപ്പോഴും വരും, ചേച്ചിയോട് പറയാനും വയ്യ. ചേച്ചി എന്നെ കുറിച്ച് പറയാൻ പറഞ്ഞല്ലേ. നിങ്ങളിതൊക്കെ കണ്ടു പെരുമാറണ്ടേ? നാത്തൂന്റെ മോളാണ്. നാത്തൂന്റെ മോള്. ഒരു കുടുംബ പാരമ്പര്യം ഇവിടെ കുടുംബവാഴ്ച നടക്കുന്നത്. നിങ്ങൾ വെച്ച് ബന്ധങ്ങളാ. ഇപ്പൊ അവളുടെ ചേച്ചി ഉണ്ടല്ലോ അർച്ചന, അവളുടെ ചേച്ചി അമൃത, അവളും കൊറിയോഗ്രാഫർ തന്നെയായിരുന്നു. ഇപ്പൊ ജോലി കിട്ടിയപ്പോ ട്രിവാൻഡ്രത്താണ്. ആണല്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞിട്ടോ കുടുംബവാഴ്ച. അങ്ങനൊന്നുമില്ല, ഇത് ഒരു ഫാമിലി അങ്ങനെയാ ഞങ്ങള്. അതെ, 18 പേർക്ക് പിരിക്കും. തിരിച്ചെത്തിന് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പിരിച്ചു കിട്ടുമ്പോ ഒരു കുടുംബമാവും. പറയൂ, എങ്ങനെയുണ്ട് ഇവിടുത്തെ പിള്ളേരെ പഠിപ്പിക്കാൻ? ഏറ്റവും പാടാരാ കൂട്ടത്തിൽ പഠിപ്പിക്കാൻ? ചേച്ചിയാണ്. ആ ചേച്ചിക്ക് എന്നെ പോലെ ആയിരിക്കും അല്ലേ? ഇപ്പൊ ഓക്കെ, ഞാൻ പോലെ അല്ല. എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട്, മടിയുണ്ട്. തുടങ്ങിയ പോലെ നയന തന്നെയായിരുന്നു. ഞാനും അവളുടെ അർച്ചനയുടെ ചേച്ചിയും കൂടി ഉണ്ട്. അത് ജോലി കെട്ടി രക്ഷപ്പെട്ടു പോയി. ഇങ്ങനെ നടന്നു. ഇപ്പൊ മൊത്തം തലയിലാണല്ലേ? ഇത്രയും ട്രൂപ്പിനെ. എത്ര വയസ്സുണ്ട്? 21 വയസ്സിൽ ഇത്രയും പേരുടെ പാവം കുട്ടി. കുട്ടിക്ക് ഇത്രയും വലിയ ടാസ്ക്. അപ്പൊ ഈ
പ്രോഗ്രാം ബുക്കിങ്ങിലൊക്കെ ആടെ നമ്പരാ കൊടുക്കുന്നത്? എന്റെ നമ്പർ ആലിംഗലമ്മ ടീമിന് ഒരു നമ്പർ ഉണ്ട്. അത് വിളിച്ചിട്ട് എല്ലാരും സെറ്റ് ചെയ്തിട്ട് പോകും. എങ്ങനെ ഈ പരിപാടി നിങ്ങൾ എത്ര ദൂരം വരെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന പരിപാടി എത്ര ദൂരമുള്ളതാ? ഇനിയിപ്പോ ഞങ്ങൾ പോവാത്ത ജില്ല ഉണ്ടെങ്കിൽ വയനാട്, കാസർഗോഡ്, കണ്ണൂർ ബുക്കിംഗ് ആയിട്ടുണ്ട്. കണ്ണൂരും ബുക്കിംഗ് ആയി. ഇപ്പൊ നിങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ കൊറോണയ്ക്ക് ശേഷം ഒരുപാട് സ്ത്രീകള് ഈ പറഞ്ഞ ഈ അന്നാണ് നമ്മൾ ഇങ്ങനെ കൈകൊട്ടിക്കളി എന്നൊക്കെ പറഞ്ഞിട്ട് വട്ടക്കളി കൈകൊട്ടിക്കളി ഞങ്ങളുടെയൊക്കെ നാട്ടില് എന്നെ കെട്ടിച്ചുവിട്ടേക്കുന്ന ആലപ്പുഴയിലാണ്. അപ്പൊ ആലപ്പുഴയിൽ ഞാൻ ആദ്യമായിട്ട് പരിപാടിക്ക് ഞാനില്ലാത്തോണ്ടാ ഞാൻ ഒരാളെ പഞ്ചായത്തിൽ. അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്ന വൈകുന്നേരം ഇവരിങ്ങനെ ഓണാശ പരിപാടിക്കുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ കൂടിയിരുന്നിട്ടേ വട്ടക്കളി കളിക്കും ഇങ്ങനെ എന്തൊക്കെയോ നല്ല. ഞാൻ എന്റെ നാട്ടിലില്ലായിരുന്നു, എന്റെ നാട് കോട്ടയം, എന്റെ നാട്ടിലില്ല. അപ്പൊ അവര് കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഭയങ്കര അവിടെ ഇങ്ങനെ 3-4 ദിവസം ഇങ്ങനെ കളിക്കാൻ വേണ്ടി തന്നെ ആൾക്കാർ വരും. അതിനുശേഷമാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ അതിനൊരു ഡ്രസ് കോഡൊക്കെ ഇട്ട് ഈ പറഞ്ഞ പോലെ പൂവൊക്കെ ചൂടി നല്ല സുന്ദരികളായിട്ട് തിരുവാതിരയുടെ അതേ കോസ്റ്റ്യൂമിൽ ഇങ്ങനെ വരും. ഇപ്പൊ തിരുവാതിര പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ മുന്നിലാണ് നിങ്ങൾ ഈ പറഞ്ഞ സാധനം ഭയങ്കരമായിട്ടും കളിക്കുന്നത്. അത് ഇപ്പൊ എനിക്കൊന്ന് ഒരുപാട് പേര് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇട്ടിട്ട് ഗ്രൂപ്പ് തന്നെ കൈകൊട്ടിക്കളി ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. ഞങ്ങൾ ഇവിടെ തന്നെ കുറെ ഗ്രൂപ്പുകൾ അങ്ങനെ ഉണ്ട്. ഇപ്പൊ എല്ലായിടത്തും ആയി, എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ എല്ലാ ജില്ലകളിലും ഉണ്ടെന്ന് പറയാ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഇത് നമ്മളെ തൃശ്ശൂരാണ് ഓണക്കളി ബേസ് ചെയ്ത് വന്നത്. അത് പെണ്ണുങ്ങൾ കളിച്ചിരുന്നു, പിന്നീട് അത് ആണുങ്ങളുടെ ഒരു ഇതായിട്ട് മാറി. ജെന്റ്സ് മാത്രം കളിക്കുന്ന പോലെ 1-2 ലേഡീസ് ഉണ്ടാവും അവരുടെ കൂടെ. പക്ഷെ ഇപ്പൊ ലേഡീസ് ഒക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് ലേഡീസിന്റെ ഗ്രൂപ്പ് ഉണ്ട്. ഓണക്കളി കൊച്ചു പിള്ളേരും ഉണ്ട്. പിന്നെ ഞങ്ങള് ഇതിലെ ഏറ്റവും കൂടുതൽ ഏജ് എനിക്കാ. അങ്ങനെ വിചാരിക്കണം നമ്മൾ ഇവരെയൊക്കെ. ഞാനതൊന്നും നോക്കാറില്ല, നമ്മളത്തെ പിള്ളേര് കട്ട സപ്പോർട്ടാ. അത്രേ ഉള്ളൂ. അപ്പുറം അപ്പുറം എന്നൊരു കാര്യം ചോദിക്കട്ടെ, പ്രപ്പോസലൊക്കെ വന്നിട്ടുണ്ടോ? അയ്യോ അങ്ങനെ അത്യാവശ്യം ചേച്ചി കാണാൻ നല്ല ക്യൂട്ടാണെന്നൊക്കെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. പിന്നെ ഞങ്ങൾ എടുത്തു പറയണത് ഗ്രൂപ്പിന്റെ കാര്യം പറയണത് ഒന്ന് എനർജി. എല്ലാരും ആരെ ഒരാളെ മാറ്റി നിർത്താനില്ല എന്നാ പറയാറുള്ളത്. എനർജി, ചിരി. അതെനിക്ക് മനസ്സിലായി. അങ്ങനെയുള്ള സംഭവങ്ങളാണ് എടുത്തു പറയണത്. പിന്നീടാണ് മഴവിലും മനോരമയിലൊക്കെ കയറുന്നത്. ഈ പറഞ്ഞ പോലെ എനർജി ഒരു വലിയ ഘടകമാണ് ചേച്ചി. ഞാൻ പറഞ്ഞില്ലേ, കാഴ്ചക്കാർ 2 മണിക്കൂറെങ്കിലും അവരെ അത് അയ്യോ അവർ നല്ല രസമുണ്ട്. അത് കാണുന്നതിൽ ഒരുപാട് സ്ത്രീകളുണ്ടായിരിക്കും, അവർക്കും ഭയങ്കര എനർജിയാണ്. അയ്യോ നമുക്ക് പറ്റിയില്ലല്ലോ, അവരുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഒരു പക്ഷെ അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റെപ്പും ആയിരിക്കും നിങ്ങൾ കളിക്കുന്നത്, പാട്ടും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം അവരും ഓൾറെഡി ഇപ്പൊ ആ ഒരു 2 മണിക്കൂറായിരിക്കാം ചിലപ്പോൾ അവരും ഒന്ന് മനസ്സറിഞ്ഞ് കളിക്കുന്നത് നിങ്ങളുടെ. ഞങ്ങളൊപ്പം എൻജോയ്മെന്റ് ഉണ്ടാവാറുണ്ട്. കാരണം എന്ന് വെച്ചാല് ഇത് ലാസ്റ്റിലൊക്കെ വരുമ്പോ കലാഭവന്റെ പാട്ടൊക്കെ ഉണ്ടാവും, നാടൻ പാട്ടുകളുണ്ടല്ലോ, പിന്നെ അടിച്ചു പൊളി ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഭക്തിഗാനങ്ങളിൽ തന്നെ ഇപ്പൊ കൊടുങ്ങല്ലൂർ നമ്മുടെ പാട്ടുകളൊക്കെ അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതിലൊക്കെ ആൾക്കാർക്കായ ഒരു വൈബ് വരുമ്പോ അങ്ങനെയാ നമ്മളൊപ്പം തന്നെ. ഞങ്ങൾ സ്റ്റേജിലല്ല ഇത് ചെയ്യാ, എപ്പോഴും ചെയ്യാ നമ്മൾ ഗ്രൗണ്ടിലാണ് ചെയ്യാ. അതായത് പൂഴിമണ്ണ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞങ്ങൾ മിക്ക സ്ഥലങ്ങളിലും പൂഴിമണ്ണിലൊക്കെ ഞങ്ങൾ ആടാറുണ്ട്. കാരണം ക്ഷീണം അറിയൂല, അടുത്ത് നിൽക്കുന്ന ആൾക്കാർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, കാണികളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും നോക്കാനില്ല, അടിപൊളിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നത്. പിന്നെ ഞങ്ങൾ മഴയത്ത് അങ്ങനെ കയറി വന്നു. ഞങ്ങള് പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. മഴ വന്നാലും ഞങ്ങൾ ഞാൻ മഴ വന്നാൽ ഇത് പാക്കപ്പ് ചെയ്യും. ഞങ്ങൾക്ക് അതിന് മേലുണ്ട്. ഓരോരോ പൂതികള്. ഞങ്ങളുടെ എക്യുപ്മെന്റ്സ് അത്രയും വിലയുള്ളതാണ്, അറിയാം. അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങൾക്ക് എന്റെ കഞ്ഞുകൂടിയായി. ഇപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് നശിച്ചാ ഞാൻ അവിടെ ഒരു വർഷത്തോളം സാലറി ഇല്ലാണ്ട് ഞാൻ പണിയെടുക്കേണ്ടി വരും. മാസം ഒന്നും ചോദിക്കാൻ പറ്റുന്നില്ല, ചെല്ലുക, ഒപ്പിടുക, പോരുക, അതൊന്നും ഇല്ലല്ലോ നിങ്ങക്ക്. എന്നെ ട്രൂപ്പിൽ കൂട്ടിയാലും മതി. എനിക്ക് പറ്റും. അപ്പൊ പിന്നെ ചേച്ചി ഞാൻ എന്റെ വീട്ടിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഞാൻ ഡാൻസ് കളിച്ച് തിരുവാതിരകൾക്കൊക്കെ സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. ആകെ 2 ട്രൂപ്പുകളായിരുന്നു, സ്കൂളിന്റെ ഗ്രൂപ്പിന് സെക്കൻഡ്. എനിക്ക് എന്താണ് നമ്മൾ അങ്ങനെയൊക്കെ പണ്ടൊക്കെ ഈ പറയുന്ന പോലെ ആൾക്കാരെയൊക്കെ കൂട്ടി കളിക്കാനൊക്കെ ഒരു എന്റർടൈൻമെന്റ്. ഇപ്പം ഇതിപ്പോ മത്സരങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഈ കൈകൊട്ടിക്കളി മത്സരം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ആലിംഗലം ടീം മത്സരങ്ങൾക്ക് പോയിരുന്നു, ഫസ്റ്റ് ഒക്കെ പോയിരുന്നു കേട്ടോ. ഒരു വേദി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മള് യൂട്ടിലൈസ് ചെയ്യും. അതായത് ചിലർ വന്ന് വെല്ലുവിളിക്കും, വെറുതെ ധൈര്യം ഉണ്ടോ ഞങ്ങളൊപ്പം കളിച്ച് ജയിക്കാന്നൊക്കെ പറയും.
അങ്ങനെയുള്ളിടത്തൊക്കെ പോയി ഞങ്ങളെ മികവ് തെളിയിച്ചു കൊടുത്ത് പോന്നിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഈ ഒരു 10-15 മിനിറ്റ് ആണ് ഒരു മത്സരം വന്നിട്ടുണ്ടെങ്കിൽ പെർഫോമൻസ് വരാം. അതിലല്ല ഇതിന്റെ വൈബ് ഇരിക്കുന്നത്. ആ 2 മണിക്കൂർ നിന്ന എനർജി, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഹായ്, എത്രയിലാ പഠിക്കുന്നേ? അതാ ചോദിച്ചേ, കിളുന്തിനെയൊക്കെ വെച്ചിട്ടാണ്. ഈ അമ്മച്ചിമാരുടെ കൂടെ പോകുമ്പോ എങ്ങനെയാണ് ഈ വൈബ് പോകുമ്പോ? കുഴപ്പമില്ല, നല്ല വൈബാണ്. ചുമ്മാ പറഞ്ഞോട്ടെ അമ്മച്ചിമാരെന്ന്. നിങ്ങളെയൊക്കെ കണ്ടിട്ട് എനിക്ക് അസൂയ. നിങ്ങളൊക്കെ അടിപൊളിയായിട്ടല്ലേ നിൽക്കണത്. മൈക്ക് ഇവിടെ കുത്തിയിട്ടുണ്ടല്ലോ, എന്തെങ്കിലും ചിരിച്ചോണ്ടിരിക്കാതെ. ആ, ടീമിനെ കുറിച്ച് ചേച്ചി എന്നോരെ പറഞ്ഞു. സുധി ചേച്ചി ആണെങ്കിൽ വാ തോരാതെ ഞാൻ നിർത്തി ചേച്ചി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നാ അവിടെ കണ്ണൊക്കെ പൊക്കി ചോദിക്കുന്നത് എന്നാ പറയണ്ടത്. എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. അവര് 4 പേരും ന്യൂ മെമ്പേഴ്സാ. ന്യൂ മെമ്പേഴ്സ് ആണോ? 1 2 3 4 ഒരാളുണ്ട് വയ്യാണ്ടിരിക്കണോ. ന്യൂ മെമ്പേഴ്സ് എങ്ങനെ എങ്ങോട്ടേക്ക് വന്നേ? നയന എന്റെ ചേച്ചിയാണ്. ചേച്ചി വഴി അല്ല, താല്പര്യപ്പെട്ട് വന്നാണോ എന്ന് ചോദിച്ചത്. അല്ല, ഞങ്ങളൊരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ഞങ്ങളുടെ ഗ്രൂപ്പില് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ അമൃത, അവള് ട്രിവാൻഡ്രം ജോലിക്ക് പോയപ്പോ പിന്നെ അവൾക്ക് കുറച്ച്, പിന്നെ ഒരു ശ്രീദേവി അവളുണ്ട്. ശ്രീദേവിക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാ. അപ്പൊ അവൾക്കും എറണാകുളത്താ. അപ്പൊ വല്ലപ്പോഴും ഒന്നും ഗ്രൂപ്പിൽ കയറാൻ പറ്റുള്ളൂ. പിന്നെ ഒരു വൃന്ദ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. അപ്പൊ അവൾക്കാണെങ്കിലും പ്രഗ്നന്റാ. അപ്പൊ പിന്നെ സേതു ലക്ഷ്മി എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. അവള് 10th ആയതുകൊണ്ട് ഗ്രൂപ്പിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്കൊരു 3-4 പേര് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഇതിന്റെ ഭംഗി ഒരു 16 പേര് മാക്സിമം. അത് അവര് കളിക്കാനാണ് ഇതിന്റെ ഭംഗി. അപ്പൊ 12 പേര് 10 പേരൊക്കെ പോയി നിന്നുള്ള ഒരു രസം ഉണ്ടാവില്ല കാണാനായിട്ട്. കളിച്ചിരുന്നു സാരി ഉടുത്ത് ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, ഇടക്കിടക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇടക്കിടക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പൂ ചൂടി നിന്നപ്പോഴോ? സൂപ്പർ, കുഴപ്പമൊന്നുമില്ല. ഈ കളിക്കാനൊക്കെ ചെന്നിറങ്ങുന്നിടത്തേ ഇവർക്ക് പിന്നെ എക്സ്പീരിയൻസ് ആയി. കളിക്കാനൊക്കെ ചെന്നിറങ്ങുമ്പോ ടെൻഷൻ ഉണ്ടായിരുന്നോ? ഫസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ എത്ര കളിയായി? ഫസ്റ്റ് ഞാൻ പോവാ. പാട്ട് പാടിയാണോ നിങ്ങൾ കളിക്കുന്നത്? റെക്കോർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ പാടാറുണ്ടോ? ഞങ്ങള് വെറുതെ വീട്ടിലിരുന്ന് പാടുള്ളൂ, അല്ലാണ്ട് പുറത്തു പോയി പാടി കളിക്കുന്ന പാടും, ആസ്വദിച്ച് പാടണം. അത് ഞങ്ങളോട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടുട്ടാ പാടി കളിക്കുമെന്ന്. പക്ഷെ ഞങ്ങൾ പാടി കളിച്ച നല്ല കോമഡിയാവും. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ തന്നെ വേണ്ട, ചിരി നിർത്തുന്നുണ്ടാ. ഒരു മോട്ടിവേഷൻ കൊടുക്കാതെ അത് നേരാട്ടോ. അവിടെ ഭയങ്കര ഇങ്ങനെയുള്ളതിനൊക്കെ ഗ്രൂപ്പിൽ നമ്മൾ ഇവളിപ്പോ അടുത്ത ദിവസം ഒന്ന് ചെറുതായിട്ട് വൈറലായിരുന്നു പാടിയിട്ട്. ചെറുതായിട്ട് പാടിയതുകൊണ്ടാണോ? ആലിംഗലമ്മ ഗ്രൂപ്പില് നല്ലൊരു കായിക ആണോ? ആ, വെറുതെ അല്ല എന്നെ കളിയാക്കെ. പാട്ട് പാടിയിട്ട് പോയാൽ മതി. കൊടുത്ത് പാട്ട് പാടാനറിയില്ല, അങ്ങനെയാണ് വൈറലായത്. വരി തെറ്റിച്ച് പാടാ, അങ്ങനെ വൈറലാവാ, അതാണ് അവളുടെ മെയിൻ. അപ്പൊ ഞാൻ കുറച്ച് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇവള് പ്രോഗ്രാമിന് വരും. പ്രോഗ്രാമിന് വന്നിട്ടുണ്ടെങ്കിൽ ആ റെക്കോർഡ് ഏത് പാട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഇവള് പാടും. പക്ഷെ പൊട്ടത്തെറ്റായിരിക്കും. നമ്മൾ സ്വന്തമായിട്ട് മറ്റേ എന്താ പറയാ റിമിക്സ് ചെയ്യും. അതന്നെ. അവരെന്ത് വേണല്ലോ എഴുതി വെച്ചോട്ടെ, നമുക്ക് പാടാലോ ഇഷ്ടമുള്ളത്. ആ, നമുക്ക് ടൂണും കിട്ടിയില്ലേ മനസ്സിലാവില്ല. കണ്ടാൽ ആ കുട്ടി ആസ്വദിച്ച് പാടിയാണ് കളിക്കുന്നത്, അങ്ങനെ തോന്നുള്ളൂ. ആ, ശരി. അടുത്ത് നിൽക്കുന്നവർക്ക് അതിന്റെ ജൈവികമായിട്ട് ഫാമിലി എന്ത് പറയുന്നു? കുട്ടികളൊക്കെ, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ? അവരെയൊക്കെ വെച്ചിട്ട് എന്ത് പറയുന്നു ഫാമിലി? എനിക്ക് 2 കുട്ടികളുണ്ട്. ഒരാള് UKG-ല്, ഒരാള് 2-ൽ പഠിക്കുന്നു. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണല്ലേ? ഡാൻസ് കാണാൻ ഡാൻസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. വന്നാ അവനും കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പുറത്ത് നിന്നിട്ട് അമ്മ ഏത് സ്റ്റെപ്പ് എടുത്താലും അവൻ കളിക്കും അല്ലേ? സൂക്ഷിച്ചു അവനെ. നിങ്ങൾ അവിടെ 2 മണിക്കൂറും കൊണ്ട് പോകുന്ന അവൻ 10 സെക്കൻഡ് കൊണ്ട് ചിലപ്പോ വയറിലാക്കി കളയും. ചേച്ചിയുടെയോ? എനിക്കൊരു മോനാണുള്ളത്. കുഴപ്പമൊന്നുമില്ല, ഇഷ്ടമൊക്കെ. കുഴപ്പമുണ്ടെങ്കിലും നിങ്ങൾ നമ്മൾ ആസ്വദിക്കണം. നമ്മൾ ആദ്യം ആസ്വദിക്കണം എന്നുള്ളതാ. ഈ ചേച്ചിയൊക്കെ പ്രോഗ്രാമിന് പോകുമ്പോ 2 ദിവസമൊക്കെ പോകേണ്ടി വരുമില്ലേ? ട്രിവാൻഡ്രൊക്കെ ആണെങ്കിൽ ഞങ്ങള് അന്ന് പ്രോഗ്രാമിന്റെ അന്നാ പോവാ. രാവിലെ പോവും. അന്ന് തന്നെ പ്രോഗ്രാം കഴിഞ്ഞ് നൈറ്റ് 2 മണിക്ക്, അതായത് ജോലിക്ക് പോണവരൊക്കെ ഉണ്ട്, ഇതില് പഠിക്കണ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോ നമ്മള് തന്നെ പോയിട്ട് നേരത്തെ തന്നെ വരും. അങ്ങനെ ഉള്ള സംഭവങ്ങളായത്. ഇനിയിപ്പോ ഒരു 2-3 ജില്ലകൾ കഴിഞ്ഞാല് റൗണ്ട് അടിച്ച് ഞങ്ങൾ വയനാടും കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോടുകാരെ, വയനാടുകാരെ, കാസർഗോഡുകാരെ ഈ മുത്തുമണികളെ കണ്ടുവെച്ചോളൂ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീസ് എത്രയാ?
അതൊരോ സ്ഥലങ്ങൾക്കനുസരിച്ചിട്ടാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഓരോരുത്തർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെയല്ല ചോദിച്ചേ, നിങ്ങളുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യുന്നതിന് എത്ര രൂപയാണ്? അത് പറയണോ? ആരെങ്കിലും നമ്മുടെ ടീം അതിനെ കുറിച്ച് പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഇവർ ഭയങ്കര ആക്റ്റീവ് ആണ്, ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. എന്താ പറയുന്നത്, ഒന്നുമില്ലെങ്കിൽ കുറെ തരണി മണികളെ 2 മണിക്കൂർ കണ്ടോണ്ടിരിക്കാം അല്ലേ ചേച്ചി? അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, ചേച്ചിയെ പറഞ്ഞല്ലോ ഏറിപ്പോയെന്ന സമയം, അന്നേരം ഇപ്പൊ എല്ലാവർക്കും ഈ ടിപ്പിക്കൽ ആയിട്ടുള്ള സെറ്റ് സാരി എടുത്ത് പെണ്ണുങ്ങൾ ഇങ്ങനെ നടക്കാവുള്ളൂ എന്നുള്ളത് കളിക്കണേലേ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ കണ്ടുവരുന്നുണ്ട് ഈ മുട്ടിന് താഴെ കുറച്ചിറക്കിയിട്ട് ചാടാനായിട്ട്. അതിന്റെ ആവശ്യമില്ല, നന്നായിട്ട് ഇറക്കി കൊടുത്താലും ചാടി കളിക്കാൻ പറ്റും. അതാണ് ഞങ്ങള് ഞങ്ങൾ അങ്ങനെ ചെയ്യാ. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല നിങ്ങൾ പ്രാക്ടീസിന് എന്ത് ചെയ്യും? ഡെയിലി ഞങ്ങൾ സാധാ ഡ്രസ് ഇട്ടിട്ട് ഇതേപോലെ തന്നെ ചിലതൊക്കെ നൈറ്റ് ഒക്കെ ഇട്ടിട്ടൊക്കെ ആയിരിക്കും. അതൊക്കെ മത്സരം ഉണ്ടെങ്കിൽ നിങ്ങൾ സാരി എടുത്തോണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുവോ? സോറി, ഞങ്ങൾ ഇതിലേ ചെറിയ പിള്ളേർ തുടങ്ങി ഇപ്പൊ പറഞ്ഞില്ലേ അമ്മമാര് വരെ. എനിക്ക് 40 വയസ്സുണ്ട്. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഒപ്പം നിന്നിട്ട് ആടാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ സപ്പോർട്ട് തന്നെയാണ് കാരണം. പക്ഷെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും പിള്ളേര്. ഓക്കെ, എന്തായാലും ചേച്ചി നിങ്ങൾക്ക് ഇപ്പൊ ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല, അതായത് നിങ്ങൾ പഠിച്ചിട്ടില്ല, എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഇത് വെച്ചിട്ടൊരു 2-3 പാട്ട് മിക്സ് ചെയ്ത് പാട്ട് പാടും. പാട്ട് പാടാനോ? ജസ്റ്റ് സ്റ്റെപ്പ് വെച്ചിട്ട് ഒരു കാലത്ത് നമ്മൾ ഭക്തിഗാനങ്ങളായിട്ട് മാത്രം കേട്ടിരുന്ന പാട്ടാണ് കുറേ സ്ത്രീകൾ അല്ലെങ്കിൽ ആ പെണ്ണുങ്ങൾ അവരുടെ സന്തോഷത്തോടെ ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് ആ ഭക്തിയിലും അതുപോലെ തന്നെ ആ ഒരു എൻജോയ്മെൻറ്റിലും നമ്മളുടെ മുന്നിൽ ഇപ്പോൾ കാണിച്ചത്. അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കാരണം അയ്യപ്പൻ പോലും വിചാരിച്ചാണല്ലോ അയ്യപ്പൻ അങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടെന്ന്. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ആ ലാസ്റ്റത്ത് നിങ്ങൾ അയ്യപ്പനെ എന്ന് പറഞ്ഞിട്ട് വരുന്നില്ലേ, കുറച്ച് പേര് ഉള്ളിലേക്കും കുറച്ചൊരു ബാക്കിലോട്ട് വന്ന അയ്യപ്പ എന്നുള്ളൊരു ഇതിലാണ്. അപ്പം പണ്ടൊക്കെ നമ്മൾ മലയ്ക്ക് പോകുമ്പോൾ മാല ഇട്ട് കഴിഞ്ഞാൽ അയ്യപ്പനെ വിളിക്കുന്ന അത്രയും ഭക്തിയോടെ പണ്ടൊക്കെ നമ്മളെന്ന് പറയാൻ കാരണം ഇത്തിരി ഞാൻ വളർന്നത് കൊണ്ടാണേ, അന്ന് അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പം ആ അയ്യപ്പനെ ഭക്തിയോടെ നമ്മൾ വിളിക്കുന്ന ആ ഒരു ഭക്തി നിങ്ങളുടെ അടുത്തുണ്ട്. ഞാൻ പറഞ്ഞില്ല, എൻജോയ്മെൻറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങളുടെ ടീമിന് എല്ലാവിധ ആശംസകളും. അപ്പോൾ ഇനിയും TV ചാനൽ ഷോസിലൊക്കെ പോയി പൊളിക്ക്. നിങ്ങൾ 5-6 ഷോസിലൊക്കെ പോയിട്ടുണ്ടല്ലേ? മഴവിൽ മനോരമ, കിടിലം, പിന്നെ സൂപ്പറാമ്മയും മകളും, അതുപോലെ തന്നെ പിന്നെ ഈ മഴയത്ത് വൈറലായപ്പോ കൊറേ ന്യൂസ് ചാനലൊക്കെ നമ്മളെ വിളിച്ചു. ഏഷ്യാനെറ്റ് ഏറ്റവും അവസാനം വന്ന ഞാനാണ്. യെസ്, ഞാൻ പോയി. അല്ല, സത്യത്തിൽ ഞാൻ ഏറ്റവും അവസാനമാണല്ലേ? അല്ലെന്ന് പറയാം. ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് അങ്ങനെയൊക്കെ അതന്നെ അതന്നെ എൻജോയ് ചെയ്ത് കുറച്ച് സംസാരിക്കാൻ പറ്റിയത് ശരണ്യ എന്നല്ലേ പേര്? ഓ മതി ചേച്ചി. ചേച്ചി സന്തോഷം ചേച്ചി. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ചെയ്യുന്ന ജോലി ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്ന. എനിക്ക് ഒരാളെ നോക്കിയാൽ നിങ്ങൾ ഇത്രയും പേര് ഒരു ടീം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ബിഗ് എഫേർട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ,
അത്ര എഫേർട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എവിടെയെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ വായോ. ആ തീർച്ചയായും ചേച്ചി. എനിക്ക് കളിക്കാൻ അറിയില്ലെങ്കിലും നിങ്ങളുടെ പുറകിൽ നിന്ന് ഒരു കാര്യം കൂടി പറയാം. പറഞ്ഞോ. ടീം ഇങ്ങനെ പോണെന്നുണ്ടെങ്കിൽ അത് ഈ ഫൈനൽ പോയിന്റ്. ടീമുകളൊക്കെ വന്നെങ്കിൽ കൂടിയും അതിൽ ചിലത് സ്പ്ലിറ്റ് ആയിട്ട് പോയിട്ടുണ്ട്, ചിലത് തല്ലിപ്പിഞ്ഞ് ഇല്ലാണ്ടായിട്ടുണ്ട്. പക്ഷെ സിന്ധു ചേച്ചി ആലിംഗൻ ഈ ടീം ഇങ്ങനെ ഭംഗിയായിട്ട് അതാ പറഞ്ഞ ആലിംഗൽ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത സിന്ധു ചേച്ചി. പിന്നെ അതിന് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ആലിംഗലമ്മ. പേരും പറയാറുണ്ട് ഒരുപാട് പേര്. വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരാണ് ആലിംഗലമ്മ എന്നുള്ളത്. ഈ ആലിംഗലമ്മ ആദ്യമായിട്ട് കേൾക്കണേ, ഇതാണ് ആലിംഗലമ്മ. ഓക്കെ അമ്മേ. അപ്പൊ നിങ്ങൾ എല്ലാവരും അമ്മയുടെ അനുഗ്രഹത്തിൽ അടിപൊളിയായിട്ട് നിൽക്കട്ടെ. എല്ലാവർക്കും കണ്ടതിലും പരിചയപ്പെട്ടതിലും ഭയങ്കര സന്തോഷം. എന്റെ പാട്ടിന് ഞാൻ തെറ്റിക്കാതെ പാടാം. താങ്ക് യു.